പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, 7ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ സൽസലെ കി യാദ് മേ എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. സൽസലെ കി യാദ് മേ എന്നത് ഒരു പാവപ്പെട്ട ഒരാൺകുട്ടിയുടെ, സമീർ എന്ന കുട്ടിയുടെ കഥയാണ്. വേദന നിറഞ്ഞ കഥയാണ്. അല്പം ലെങ്ത്തുള്ള, വലിപ്പമുള്ള, അതുകൊണ്ട് തന്നെ ഈ പാഠത്തിൽ കുറച്ച് കൂടുതൽ വർക്കുകളുണ്ട്. നമുക്കറിയാം, സമീറിൻ്റെ കഥയൊക്കെ നമ്മൾ നന്നായി കേട്ടു. സമീറിന് വീട് നഷ്ടമായി, വീട്ടുകാരെ നഷ്ടമായി, നാട് നഷ്ടമായി. ആശുപത്രിയിൽ അവനെ പ്രവേശിച്ചു. ആശുപത്രിയിൽ നിന്ന് അവൻ പുറത്തിറങ്ങി. ചലത്തെ ചലത്തെ वो एक गाँव में पहुंचा. वहाँ के एक पेड़ के नीचे बैठकर उसने क्या सोचा होगा. ഇതാണ് ചോദ്യം. സമീറിനെ पेड़ के नीचे बैठकर क्या सोचा होगा. സമീറ മരച്ചുവട്ടിലിരുന്ന് എന്തൊക്കെയാണ് ചിന്തിച്ചിട്ടുണ്ടാവുക എന്നതാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും നമ്മളാണ് ആ സ്ഥാനത്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് വീടില്ല, കൂട്ടുകാരില്ല, ആരുമില്ല. ഈ സമയത്ത് സമീർ ചിന്തിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് നമുക്ക് പറയാവുന്നത്. 1. मैं कितनी बदनसीब हूँ. मैं कितनी बदनसीब हूँ. ബദ്നസീബ് എന്നതിൻ്റെ അർത്ഥം നിർഭാഗ്യവാനാണ്. ഞാനെത്ര നിർഭാഗ്യവാനാണ്. ഈ ചിന്തയിൽ ഉൾപ്പെടുത്താവുന്ന പല കാര്യങ്ങളും നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. ഏ ഹുദാ മേ ക്യാ കരൂ, അല്ലേ? ഏ ഹുദാ, പടച്ചവനെ, ദൈവമേ, മേ ക്യാ കരൂ, ഞാൻ എന്ത് ചെയ്യും. കഹാ ജാവൂ, ഞാൻ എവിടെ പോകും. ഇത് നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഇരിക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു ചോദ്യം ഇതുതന്നെയായിരിക്കുമല്ലോ. ഞാൻ എന്തു ചെയ്യും, എവിടെ പോകും. ജിന്ദഗി കൈസെ ഗുസാരൂ, ജിന്ദഗി കൈസെ ഗുസാരൂ, ഞാനിനി എൻ്റെ ജീവിതം എങ്ങനെയാണ് ചിലവഴിക്കുക, എങ്ങനെയാണ് ഞാൻ കഴിച്ചു കൂട്ടുക, അല്ലേ? അതുപോലെയോ, മുझे कौन खाना खिलाവൂ, മുझे कौन खाना खिलाവൂ, ഇനി എനിക്ക് ആരാണ് ഭക്ഷണം നൽകുക, ഇനി എനിക്കാരാണ് ഭക്ഷണം നൽകുക. ഇതുപോലെ നമുക്കൊരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. മുझे कौन खाना खिलाവൂ എന്നുള്ളിടത്ത് പാനി പിലാവോ എന്നെഴുതാം, അല്ലേ? എനിക്കാരാ ഇനി വെള്ളം തരിക, എനിക്കാരാണ് ഭക്ഷണം തരിക, ഇനി ഞാൻ എവിടെയാണ് താമസിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും സമീറിൻ്റെ മനസ്സിൽ ആ സമയത്ത് വന്നിട്ടുണ്ടാവുക, അല്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾ മനോഹരമായിട്ട് സമീറിൻ്റെ ചിന്തകൾ ഒന്ന് എഴുതി നോക്കൂ. അപ്പോൾ ഇതിന് ശേഷം പാഠം വീണ്ടും തുടരുന്നുണ്ട്. സൽമാൻ അവൻ്റെ അടുത്ത് വരുന്നുണ്ട്. സൽമാൻ്റെ വീട്ടിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഈ കഥകൾ മുഴുവൻ സമീർ ആരോട് പറഞ്ഞു? സമീർ ബാബുവിനോട് പറഞ്ഞു. ബാബുവിന് പറഞ്ഞപ്പോൾ സമീർ കി കഹാനി സുൻകർ, സമീറിൻ്റെ കഥ കേട്ടപ്പോൾ ബാബുവിനെ ക്യാ സോച്ചാ ഹോഗ, ബാബു എന്താണ് ചിന്തിച്ചിട്ടുണ്ടാവുക. നമ്മൾ ആദ്യം എഴുതിയതും സമീറിൻ്റെ ഈ കഥ കേട്ടപ്പോൾ ബാബു എന്ത് ചിന്തിച്ചിട്ടുണ്ടാവും എന്നതാണ് രണ്ടാമത് എഴുതേണ്ട പ്രവർത്തനം. ഇവിടെയൊരു ചിന്തയാണ്, അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള സമീറിൻ്റെ കഥകൾ നാം കേൾക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോൾ വരുന്ന കാര്യം എന്താണ്? സമീർ ഒരു പാവപ്പെട്ട കുട്ടിയാണ്, അല്ലേ? അവന് നമ്മെപ്പോലെ സ്കൂളിൽ പോയി പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടിയാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വരിക. അതുകൊണ്ട് തന്നെ സമീർ ചിന്തിച്ച കാര്യം ബാബു ചിന്തിച്ച കാര്യം നമുക്ക് എഴുതി നോക്കാം. വോ ഏക്ക് ഗരീബ് ലഡ്ക ഹെ, അല്ലേ? ഗരീബ് ലഡ്ക എന്ന് പറഞ്ഞാൽ അവനൊരു പാവപ്പെട്ട
काम करने पर മജ്ബൂർ ഹൈ അല്ലേ. സമീർ ജോലി ചെയ്യാൻ നിർബന്ധിതരായ ഒരു പാവപ്പെട്ട കുട്ടിയാണ്. പിന്നെയോ വോ സ്കൂൾ മേ ജാനാ ചാഹത്തെ ഹെ, സ്കൂളിൽ പോവാൻ അവന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തെഴുതാം? ജി ഉസേ അവനെ മദത് കർന സഹായിക്കുക എന്നത് മേരി സിമ്മേദാരി ഹെ, അവനെ സഹായിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. സിമ്മേദാരി അറിയില്ലേ? സിമ്മേദാരി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം. ഉസേ മദത് കർന അവനെ സഹായിക്കേണ്ടത് മേരി സിമ്മേദാരി ഹെ, എൻ്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? സമീറിൻ്റെ കഥ കേട്ട് നമുക്ക് ആലോചിച്ച് എഴുതാവുന്നതാണ്. ഇനിയോ അടുത്ത ചോദ്യം. ബച്ചോ അഗർ ആപ്കി മുലാഖാത്ത് സമീർ സെ ഹോ ജായേ തോ ആപ്പ് ഉസ്സെ ക്യാ ക്യാ സവാലാത്ത് കരേഗെ, നിങ്ങൾ സമീറിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ സമീറിനോട് നിങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുക? ചന്ദ് സവാലാത്ത് തയ്യാർ കീജിയെ, ചില ചോദ്യങ്ങൾ തയ്യാറാക്കാനുള്ള പ്രവർത്തനമാണ്. ഇവിടെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നമുക്ക് സമീറിനെ നേരത്തെ പരിചയമൊന്നുമില്ല, ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആപ്കാ നാം ക്യാ ഹേ, ആപ്ക ഘർ കഹാ ഹേ, ഘർ മേ കോൻ കോൻ ഹേ, ആപ്പ് ആ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. എന്നാൽ ഇവിടെ നമ്മൾ സമീറിൻ്റെ കഥയൊക്കെ കേട്ടറിഞ്ഞ് നമ്മൾ സമീറിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് സമീറിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ. അപ്പോൾ ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ചോദ്യപദങ്ങൾ അറിയണം. ഇവിടെ സ്ക്രീനിൽ ചില ചോദ്യപദങ്ങൾ നൽകിയിട്ടുണ്ട്. ക്യാ എന്ത്, കോൻ ആര്, കഹാ എവിടെ, കൈസെ എങ്ങനെ, കബ് എപ്പോൾ, കിത്തിനെ എത്ര. ഇതൊക്കെ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അപ്പോൾ ഇതിലുള്ള ചോദ്യപദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കാം. ആപ്പ് കഹാ രഹത്തെ ഹെ, നീ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ആപ് കഹാ രഹത്തെ ഹെ, നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്, താങ്കൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ അതിൽ കഹാ എന്നുള്ള ചോദ്യപദമാണ് വന്നിട്ടുള്ളത് അല്ലേ. ക്യാ ആപ്പ് ഹമാരെ സാത്ത്, ഞങ്ങളോട് കൂടെ, സ്കൂൾ അവന സ്കൂളിലേക്ക് വരുമോ, അവകി സ്കൂളിലേക്ക് വരുമോ, നീ ഞങ്ങളെ കൂടെ സ്കൂളിലേക്ക് വരുന്നോ. അവിടെ എന്ത് എന്നുള്ള ക്യാ എന്നാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. സൽമാൻ കി ഹാലത്ത് അബ് കൈസി ഹെ, സൽമാൻ്റെ അവസ്ഥ, സൽമാൻ്റെ വിശേഷം എന്താണ്, സൽമാൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ചോദിക്കാം. ഇതുപോലെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ. ഇത്തരത്തിൽ ചോദ്യങ്ങൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇതുപോലെ ഏതെങ്കിലും വർക്കിൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയിലെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കുക. വീഡിയോ ചെയ്യാം. ശുക്രിയ. ഖുദാ ഹാഫിസ്.